കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, മറിച്ച് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടവും ഹിതവും നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, നാം ഇന്ന് നോമ്പുകാലത്തിൻ്റെ 2ാം ഞായറാഴ്ചയിലാണ്. നോമ്പുകാല പരിത്യാഗങ്ങൾ നന്നായി നടക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് സഭാമാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയ വചനഭാഗം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളാണ്. വളരെ ചിന്താത്മകമായ വചനഭാഗമാണ് ഇന്ന് നമുക്ക് ധ്യാന വിഷയമായി സഭാമാതാവ് നൽകിയിരിക്കുന്നത്. യഥാർത്ഥ ശിഷ്യൻ. ഈ വചനഭാഗത്ത് ഈശോ ഇപ്രകാരം പറയുന്നുണ്ട്: കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, മറിച്ച് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടവും ഹിതവും നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ഇത് കേൾക്കുന്ന നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചേക്കാം, ആരാണ് ഈ യഥാർത്ഥ ശിഷ്യൻ? അല്ലെങ്കിൽ ഈ യഥാർത്ഥ ശിഷ്യനാകാൻ നാം എന്ത് ചെയ്യണം? ഈ ഭൂമിയിലെ ഈശോയുടെ വരവിനെ സഭാപണ്ഡിതന്മാർ പറഞ്ഞു വയ്ക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, തൻ്റെ അപ്പനെ നമുക്ക് പരിചയപ്പെടുത്തുവാനും തൻ്റെ അപ്പൻ്റെ ഹിതം നിറവേറ്റുവാനും. 2, നമുക്ക് നിത്യജീവൻ നൽകുവാനുമാണ്. ആകാശങ്ങളുടെ മറവിലിരിക്കുന്ന സ്വർഗസ്ഥനായ പിതാവ് സ്നേഹമാണെന്നും ക്ഷമയാണെന്നും കരുണയുള്ളവനാണെന്നും നമുക്കായി തുറന്നു വെച്ചു തന്നത് യേശുക്രിസ്തുവാണ്. തൻ്റെ പരിജീവനത്തിൻ്റെ ഉടനീള കാലം നാം ഒന്ന് എടുത്തു നോക്കുമ്പോൾ സമൂഹം പിന്തള്ളപ്പെട്ടവരെയും സമൂഹം മാറ്റി നിർത്തിയവരെയും സമൂഹം ഒറ്റപ്പെടുത്തിയവരെയും ചേർത്ത് പിടിച്ച് തൻ്റെ പിതാവിൻ്റെ സ്നേഹം നൽകിയ യേശുക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. തൻ്റെ അപ്പൻ്റെ സ്നേഹം നൽകിയവൻ. ചുങ്കക്കാരുടെയും വേശ്യകളുടെയൊപ്പം ഇരുന്ന് ഭക്ഷിക്കുകയും അവരോടൊപ്പം നടക്കുകയും ചെയ്യുന്നുവെന്ന് സമൂഹം കളിയാക്കിയപ്പോൾ അവരോട് ഒരു ഉത്തരം പറഞ്ഞുകൊണ്ട് ഈശോ ഇപ്രകാരം പറയുന്നുണ്ട്: എൻ്റെ അപ്പനെ ഇവരെ കൊണ്ട് ആവശ്യമുണ്ട്, എൻ്റെ അപ്പൻ്റെ സ്നേഹം ഇവർക്ക് ആവശ്യമുണ്ട്. സുഹൃത്തുക്കളെ, ഈ ഇടയ്ക്ക് ദേവസി കപ്പുച്ചനച്ഛൻ്റെ ഒരു റീല് കാണുവാൻ ഇടയായി. ബൈബിളിലെ യഥാർത്ഥ സൗഹൃദം. അത് മറ്റാരുടേതുമല്ല, ജൊനാഥൻ്റെയും ദാവീദിൻ്റെയുമാണ്. ജൊനാഥൻ സാവൂൽ രാജാവിൻ്റെ മകനായിരുന്നു. തൻ്റെ അപ്പൻ്റെ കാലശേഷം ഇസ്രായേൽ ജനത്തെ ഭരിക്കേണ്ട രാജാവെന്നത് ജൊനാഥനായിരുന്നു. പക്ഷേ ഇസ്രായേൽ ജനങ്ങളുടെ മനസ്സിലും അവർ സ്നേഹിച്ചതും ദാവീദിനെയായിരുന്നു. ആ സ്നേഹത്തിൽ ഒരിക്കലും ജൊനാഥൻ കുറ്റമോ പരിഭവമോ ദേഷ്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് ദാവീദിനോടുള്ള സ്നേഹം മാത്രമായിരുന്നു. തൻ്റെ പിതാവ് ദാവീദിനെ വധിക്കുവാനുള്ള ഗൂഢാലോചന മെനഞ്ഞപ്പോൾ അത് കേട്ട് ദാവീദിനെ അറിയിക്കുന്ന ഒരു രംഗം നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കും. ഇതൊന്നും കേൾക്കാതിരുന്നുവെങ്കിൽ, ഇതൊന്നും അവിടെ ചെന്ന് പറയാതിരുന്നുവെങ്കിൽ അടുത്ത രാജാവ് ജൊനാഥനാവാം. പക്ഷേ സ്ഥാനമാനങ്ങളെക്കാളും അധികാരത്തെക്കാളും തനിക്ക് ദാവീദിനോടുള്ള സ്നേഹവും സൗഹൃദവുമായിരുന്നു മുൻപന്തിയിൽ. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് ജൊനാഥൻ്റെ സ്നേഹത്തെ ഇപ്രകാരം വിവരിക്കുന്നത്: എനിക്ക് സ്ത്രീകളോടുള്ള പ്രണയത്തേക്കാൾ അധികമാണ് ജൊനാഥനോടുള്ള സ്നേഹവും ഇഷ്ടവും. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കാം ഇതുപോലത്തെ ഒരു സൗഹൃദം, ഇതുപോലത്തെ ഒരു സ്നേഹബന്ധം. ജീവിതമാകുന്ന ഈ കാലയളവിൽ ചില സമയത്ത് അത് അറ്റുപോയിട്ടുണ്ടായിരിക്കാം. അത് ചിലപ്പോൾ നമ്മുടെ തെറ്റിദ്ധാരണയുടെ പേരിലാകാം, ചിലപ്പോൾ ഒരു ചെറിയ കുറ്റപ്പെടുത്തലിൻ്റെ പേരിലുമായിരിക്കാം. സുഹൃത്തുക്കളെ, ഈ നോമ്പുകാലം നമുക്ക് ആ സ്നേഹബന്ധങ്ങളെ ഒന്ന് ശക്തിപ്പെടുത്തിയെടുക്കാം. ആ സ്നേഹബന്ധങ്ങളെ ഒന്നും കൂടിയും നമുക്ക് ചേർത്തിണക്കാം. വാട്സപ്പ് യുഗത്തിലായിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ വാട്സപ്പ് ചാറ്റിലെ ഏറ്റവും അവസാനത്തെ ചാറ്റ് ഒന്ന് എടുത്തു നോക്കുന്നത് നല്ലതായിരിക്കും. നമ്മോട് ഇഷ്ടം കൂടി നമ്മളെ സ്നേഹിച്ച് നമ്മുടെ സൗഹൃദം ഇഷ്ടപ്പെട്ട് കടന്നു വന്ന ചിലവരുടെയൊക്കെ ആയിരിക്കാം ജീവിതമാകുന്ന ഈ കാലയളവിൽ അതൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടായിരിക്കാം. അവരോടൊക്കെ നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ക്ഷമയും നമുക്ക് കാണിക്കാം. നമ്മുടെ പിതാവായ ദൈവം സ്നേഹമാണെന്നും ക്ഷമിക്കുന്നവനാണെന്നും കരുണയുള്ളവനാണെന്നും നമുക്ക് ഇതിലൂടെ ലോകത്തോട് വിളിച്ചു പറയാം. 7-ാം ക്ലാസ്സിൽ 8-ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു തെറ്റ് ചെയ്തപ്പോൾ വീട്ടിലുള്ള അടിയും ബഹളവും ഒക്കെ കഴിഞ്ഞ് അപ്പൻ എന്നെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു:
നീ പള്ളിയിൽ പോയി കുർബാന കൂടണം. കാരണം എന്നേക്കാൾ നന്നായി ക്ഷമിക്കുവാൻ അറിയുന്ന ഒരു പിതാവും ഒരു അപ്പനും നിനക്ക് അവിടെയുണ്ട്. സുഹൃത്തുക്കളെ, നമുക്കും ഈ നോമ്പ് കാലത്ത് മറ്റുള്ളവരെ ക്ഷമിച്ച് ആ സൗഹൃദം നമുക്ക് ഒന്നും കൂടിയും ഒന്ന് കോർത്തിണക്കാം. ആ സൗഹൃദങ്ങൾ നമുക്കൊന്നുകൂടിയും ശക്തിപ്പെടുത്താം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധ പിതാവിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുവാനും പരിശുദ്ധ പിതാവിനെ നമുക്ക് പരിശുദ്ധ മാതാവിൻ്റെ ഉമ്മല ഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.